ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെള്ളം തിളപ്പിക്കാൻ പോവാണ് കേട്ടോ. രാവിലെ വെള്ളം തോനെ ഇരിപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ വെള്ളം ചൂടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേനും അത് തീർന്ന്. അപ്പം കുറച്ച് വെള്ളം ബാക്കിയിരുന്നത് ജഗ്ഗിലോട്ടൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചിടാമെന്ന് വിചാരിച്ച്. അപ്പം രാവിലത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനും വെള്ളമാകുമല്ലോ, അതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ അടുപ്പൊക്കെ കത്തിച്ച് ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചതും വൈകിട്ടത്തെ ചായയുടെയൊക്കെ. അപ്പം അതെല്ലാം കൂടെ ഒരുമിച്ച് കഴുകാമെന്ന് വിചാരിച്ച് ഞാൻ വെച്ചിരുന്നായിരുന്നു. എന്തായാലും വൈകുന്നേരം ആകുമ്പം കുറച്ച് പാത്രങ്ങൾ കഴുകാൻ കാണും, അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കഴുകാമെന്ന് വിചാരിച്ച് ഞാൻ വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ സ്കൂളിൽ നിന്ന് മക്കളൊക്കെ വന്ന് കഴിയുമ്പോൾ അവർ കാപ്പി കുടിച്ചതും ചായ കുടിച്ചതും ഒക്കെയുള്ള പാത്രങ്ങളൊക്കെ കാണും. അപ്പോൾ അതെല്ലാം കൂടെ കഴുകാമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ കുറച്ച് മടിയും ഉണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ജോലി ഒതുക്കിയിട്ട് സമാധാനമായിട്ടിരിക്കാമല്ലോ എന്ന് വിചാരിക്കും. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് കഴിയുമ്പം ഒരു ക്ഷീണം ഉണ്ടല്ലോ, അന്നേരം ഇത്തിരി നേരം കിടക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ മാറ്റിയിടും. അങ്ങനെ സാധാരണ ചെയ്യാറ്. ചില ദിവസങ്ങളിൽ മാത്രം ഉച്ചയ്ക്കത്തെ പാത്രം അന്നേരം തന്നെ ഞാൻ കഴുകി വെക്കും കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി തീർന്ന് സിങ്കും പിന്നെ മുകളിൽ സ്ലാബിൻ്റെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കുകയാണ് കേട്ടോ. 2 ദിവസം കൊണ്ട് മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ തുണികളൊക്കെ കഴുകിയിട്ടാൽ പെട്ടെന്ന് ഉണങ്ങും. നമ്മുടെ ആ വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ നല്ല വെയിലുമാണ്. പിന്നെ മരങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൽ നിന്ന്, അന്നേരം അവിടെ നല്ല വെയിലാണ്. പിന്നെ ഈ മരങ്ങളൊക്കെ വീണ് നമ്മുടെ ചെടികളൊക്കെ ഒടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പിന്നീട് ഞാനതൊക്കെ ഒന്ന് പറക്കി റീഅറേഞ്ച് ചെയ്തൊക്കെ വെച്ച് ഇനി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത്. ഇത് കണ്ടോ, നല്ല ഭംഗിയുണ്ടോ പൂവ് കാണാൻ? ഗാർലിക് വൈൻ പൂവാണ് കേട്ടോ. ഇതിപ്പോൾ സീസണാണെന്ന് തോന്നുന്നു. സീസണിലാണോ ഈ പൂ പിടിക്കുന്നതെന്ന് അറിയത്തില്ല, പക്ഷേ ഒരു മഴയൊക്കെ കഴിയുമ്പോഴാണ് സാധാരണ എനിക്കിത് പൂവിട്ട് കിട്ടുന്നത് കേട്ടോ. പിന്നെ കറി വെക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ രാവിലെ കുറച്ച് കറി അധികം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ രാവിലെ മീൻ കറി ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. പിന്നെ രാവിലെ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ചോറുണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ മോരും പിന്നെ തോരൻ അങ്ങനത്തെ കറികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഉച്ചയ്ക്ക് അത് വെച്ചൊക്കെ കഴിച്ചു. പിന്നെ രാത്രിയിലത്തേക്ക് നമുക്ക് അത്താഴത്തിനുള്ള കറിയാണ് റെഡിയാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ചൂട ഞാൻ തലേ ദിവസം തന്നെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചൂടയൊക്കെ ഈ ഐസൊക്കെ പോയി വെട്ടിയെടുക്കാൻ വലിയ പാടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കൊണ്ടുവരുമ്പോഴേ വെട്ടി നമുക്ക് കഴുകി ഫ്രിഡ്ജിൽ വെക്കാമെന്നുണ്ടെങ്കിൽ പെട്ടെന്നെടുത്ത് കറി വെക്കാനും പറ്റുമല്ലോ. അങ്ങനെ ഞാനതെല്ലാം റെഡിയാക്കി വെച്ചാണ് കേട്ടോ. അപ്പോൾ അരപ്പുണ്ടാക്കുവാണ് കേട്ടോ. തേങ്ങ അരച്ച് വെക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ തേങ്ങ ഒക്കെ അരച്ച് വെച്ചിട്ട് തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് ചേർക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് നാളത്തേക്കൂടെയുള്ള കറി അതനുസരിച്ചാണ് ഞാൻ വെക്കുന്നത്. ആദ്യം ഞാൻ വിചാരിച്ച് കുറച്ച് ചൂട എടുത്ത് വറക്കാമെന്ന്. അപ്പം ഞാൻ നോക്കിയപ്പം വറക്കാൻ വേണ്ടിയുള്ള ചൂടയില്ല. അന്നേരം ഞാൻ വിചാരിച്ചെന്നെങ്കിൽ കറിയാക്കാമെന്ന്. അങ്ങനെ ഞാൻ അരപ്പൊക്കെ ചേർത്ത് കറിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അരപ്പൊക്കെ കലക്കി അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. മുറ്റത്തെ പണിയൊക്കെ കഴിഞ്ഞു. അകത്ത് കയറിയപ്പോൾ തന്നെ ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കളൊരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് ട്യൂഷൻ കഴിഞ്ഞ് വരും. അങ്ങനെ ഞാൻ കറിയൊക്കെ അടുപ്പത്ത് വെച്ച് മീനൊക്കെ ഇട്ട് അത് കറിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും മക്കളും വന്നു. വരുമ്പം വിശപ്പാണ് 2 പേർക്കും. പിന്നെ ഞാൻ രാവിലത്തെ ഇലയപ്പം എടുത്ത് അവർക്ക് കഴിക്കാൻ കൊടുത്തു. അപ്പോൾ ഇതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.